അയർലൻഡും ഇംഗ്ലണ്ടുമായിട്ടുള്ള T20 പരമ്പര തോൽവിക്ക് ശേഷമാണ് ഇന്ത്യ സിംബാബ്വെ T20 പരമ്പരയ്ക്ക് എത്തുന്നത്. തുടർച്ചയായ 6 മത്സരങ്ങൾ ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ തോറ്റതിന് ശേഷമാണ് ഇന്ത്യയുടെ സിംബാബ്വെ പര്യടനത്തിലെ ആദ്യ T20 വിജയവും അതേപോലെ തന്നെ ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസിക്ക് കീഴിലുള്ള ആദ്യത്തെ വിജയവും കൂടിയാണ് ഇന്നലെ കഴിഞ്ഞത്. അതുമാത്രമല്ല, കോച്ച് ഗൗതം ഗംഭീറിനെ മാറ്റി നിർത്തിയിട്ട് VVS ലക്ഷ്മണന്റെ കീഴിൽ കോച്ചായിട്ട് പരിശീലനം ആരംഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ മത്സരം തന്നെ വിജയിച്ചതോടുകൂടിയിട്ട് ആരാധകരുടെ എല്ലാം പിന്തുണ VVS ലക്ഷ്മണന് കിട്ടിയിരിക്കുകയാണ്. അത് മാത്രമല്ല, കോച്ച് ഗൗതം ഗംഭീറിന്റെ സ്വാർത്ഥത കാരണമാണ് ഇന്ത്യ ഇത്രയും കാലം T20 പരമ്പരകളെല്ലാം തോറ്റിരിക്കുന്നത് എന്നും ഇത്രയും ദയനീയമായി തോൽക്കാനെല്ലാം കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു സ്വാർത്ഥത കാരണമാണെന്നും വിജയത്തിന്റെ ക്രെഡിറ്റ് എന്നും ഗൗതം ഗംഭീറിന്റെ കീഴിലോട്ട് വരണം എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണ് സീനിയർ പ്ലെയേഴ്സിനെ എല്ലാം അദ്ദേഹം ഒതുക്കി വയ്ക്കുന്നത് എന്നും സീനിയർ പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഗ്രൗണ്ടിൽ വലിയ റോൾ ഉണ്ടാവില്ല എന്നുള്ള കാരണം കൊണ്ടൊക്കെയാണ് അവരെ ഒതുക്കാൻ കാരണമെന്നൊക്കെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, കോച്ചായിട്ടുള്ള ഗൗതം ഗംഭീറിനെ മാറ്റിയിട്ട് വേറൊരാളെ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യ വീണ്ടും പഴയ പ്രതാപം വീണ്ടെടുക്കുമെന്നും T20യിൽ ഏറ്റവും ശക്തമായ ഒരു ടീമായി മാറുമെന്നെല്ലാമാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വർഷാവസാനമായിരുന്നു കോച്ച് ഗൗതം ഗംഭീറിൻ്റെ കോൺട്രാക്റ്റ് തീരാനിരുന്നത്. അതിനെ തുടർന്ന് അദ്ദേഹം BCCIയോട് കോൺടാക്റ്റ് ചെയ്ത് ഈ ഒരു കോൺട്രാക്റ്റ് നീട്ടിത്തരാൻ ആവശ്യപ്പെടുകയുണ്ടായിരുന്നു. അതിനുശേഷം BCCI അദ്ദേഹത്തിന് വരാൻ പോകുന്ന ഏകദിന ലോകകപ്പ് വരെ കോച്ചായിട്ട് ടീമിലേക്ക് തുടരാനുള്ളൊരു അനുവാദം കൂടി കൊടുക്കുകയുണ്ടായിരുന്നു എന്തായാലും ഇന്ത്യയുടെ ഈ ഒരു മോശം അവസ്ഥയ്ക്ക് കാരണം കോച്ച് ഗൗതം ഗംഭീർ ആണ് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വന്നതോടുകൂടിയിട്ടും തൽക്കാലം ടീമിൽ നിന്നും റെസ്റ്റ് കൊടുത്തിട്ട് അദ്ദേഹത്തിനെ മാറ്റിയിട്ടായിരുന്നു VVS ലക്ഷ്മൺ ടീമിലേക്ക് കോച്ചായിട്ട് വന്നത്. ആ ഗ്യാപ്പിൽ അദ്ദേഹം ടീമിനെ നല്ല രീതിയിൽ കോച്ചിങ് കൊടുക്കുന്നു എന്നുള്ളൊരു സാഹചര്യങ്ങളൊക്കെ വരുന്ന മുറയ്ക്ക് മിക്കവാറും 2027 ഏകദിന ലോകകപ്പിൽ നിന്നും ഗംഭീറിനെ ഒഴിവാക്കാനുള്ള സാധ്യതകളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്.